കാണുന്നു കേൾക്കുന്നില്ല നമുക്ക്. ഹലോ, കാണുന്നും കേൾക്കുന്നുമില്ലേ? ഉണ്ട് സാർ. ഏതാ ലാസ്റ്റ് എഴുതിയ പ്രോബ്ലം? ലാസ്റ്റ് എഴുതിയ പ്രോബ്ലം ഏതാ വായിച്ചേ? ലാസ്റ്റ് എഴുതിയ പ്രോബ്ലം വായിച്ചേ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ ലാസ്റ്റ് എഴുതിയ പ്രോബ്ലം വായിക്കണം. എന്താ ചോദിച്ചിട്ട് മിണ്ടാത്തത് എന്താ? എല്ലാരും ഒരേപോലെ സൈലന്റ്. If the sum of three consecutive numbers in an arithmetic progression is Okay. 24. ഓക്കെ, മതി. എന്നാ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the 18th term. Find the 18th term. Find the 18th term. Find the 18th term. 18th. 18th തന്നെ 18. Find the 18th term of the AP. Find the 18th term of the AP. Find the 18th term of the AP. Root 2, comma 3 root 2, comma 5 root 2, etc. Root 2, 3 root 2, 5 root 2, etc. Root 2, 3 root 2, 5 root 2, etc. Find the 18th term of the AP. Root 2, 3 root 2, 5 root 2, etc. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Find the number of terms. Find the number of terms. Find the number of terms. പറയുന്നതൊക്കെ ഇന്നലെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനുകളാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ചെയ്യണോ? Find the number of terms. Find the number of terms in the AP. Find the number of terms in the AP. Find the number of terms in the AP. 3, 6, 9, etc. 3, 6, 9, etc. up to 111, 111, 111, up to 111, 111, up to 111, up to 111, 111. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Third question. Which term of the AP? Which term of the AP? Which term of the AP? 3, 3, 8, 3, 8, 13, 13, 3, 8, 13, 3, 8, 13, etc. etc. is 248. Is 248. Which term of the AP? 3, 8, 13, etc. is 248. Is 248. Is 248. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. Is is 68 is 68 68 is 68 is 68 a term of the AP. A term of the AP is 68. A term of the AP
7, 10, 13, etc. is 68 a term of the AP 7, 10, 13, etc. 7, 10, 13, etc. ഓക്കെ, അത് മതി. ചെയ്തോ? 4 പെട്ടെന്ന് ചെയ്യും. എല്ലാം ഇന്നലെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനുകളാണ്. പെട്ടെന്ന് ചെയ്തോ. ചെയ്ത് കഴിഞ്ഞാൽ കൈ നോക്കിക്കോട്ടാ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൈ നോക്കിക്കോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നോക്കാം. ഒരാള് കഴിഞ്ഞു. ഓക്കെ,
മെഹറിന് ആദ്യത്തെ ആൻസർ വായിച്ചിട്ടാ? ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മെഹറിൻ വായിച്ചു തരൂ. സാറേ ഫസ്റ്റ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണും. എത്രയാ? 2√2. ഒരു മിനിറ്റ്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കട്ടെ. √2, 3√2, 5√2 എക്സെട്ര. യെസ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഇത് 1√2 ആണ്, ഇത് 3√2 ഉണ്ട്, ഇത് 5√2 ഉണ്ട് അല്ലേ? സാധാ പറയുന്ന പോലെ തന്നെ ഇത് 1 മാങ്ങ, ഇത് 3 മാങ്ങ, ഇത് 5 മാങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ഇത് 1√2, ഇത് 3√2, ഇത് 5√2 ആണ്. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. 3√2ഉം 1√2ഉം തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? എത്രയാ? 2√2. 2√2. കോമൺ ഡിഫറൻസ് D is equal to 2√2 എഴുതാം. ഓക്കെ, ഇന്നത്തെ ബാക്കിയോ? ബാക്കി നമ്മൾ ആ ഇക്വേഷൻ an is equal to a plus n minus 1 into d വെച്ച് ചെയ്യും. Okay, n is equal to a plus n minus 1 into d. ഇതിൽ എന്തിന്റെയൊക്കെ വാല്യൂ അറിയാം? a is equal to √2. a√2. Okay. n minus 1 17. n 18 ആണ്. n 18. So n minus 1 ആണ് 17. Okay. ഇനി അതിന് പകരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടത്? അതെ. Okay, അപ്പൊ a18 equal to പറഞ്ഞ എങ്ങനെ വരും? √2 plus √2 plus √2 plus 17 into 2√2. 17 into 2√2. Yes. Okay. എന്നിട്ട് 17 into 2√2 ചെയ്യുമ്പോൾ 34√2 എന്ന് കിട്ടും. Yes. 17 into 2 എന്ന് പറഞ്ഞാൽ 34 ആണ്. So it is 34√2. 34√2. ശരിയല്ലേ? അതെ. ഓക്കെ. ഇനി എന്താ കിട്ടുക? √2 34 നമ്മൾ ആഡ് ചെയ്ത് എന്താ കിട്ടുക? √2നെ പുറത്തേക്ക് എടുക്കുമ്പോ 1 പ്ലസ് കിടക്കണമെന്നില്ല, ഇല്ല, അല്ലാതെ ചെയ്യാം. അപ്പോ 35√2 എന്ന് കിട്ടും. യെസ്, വെരി ഗുഡ്. 35√2. 35√2. കാരണം എന്താ വെച്ചാല് ഇവിടെ √2 1√2 ആണുള്ളത്, ഇവിടെ 34√2 ആണുള്ളത്. അപ്പൊ 34√2ന്റെ ഒപ്പം 1√2 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 35√2 കിട്ടും. സോ ദ ആൻസർ ഈസ് 35√2. അതായത് 18th ടേം A18 എന്ന് പറയുന്നത് 18th ടേം A18 എന്ന് പറയുന്നത് 35√2 ആയിരിക്കും. 35√2 കിട്ടിയൊരു കൈ നോക്കടാ. 35√2 കിട്ടിയൊരു കൈ ബുക്ക്. Okay, 35√2. 35√2. Yes, very good. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തെറ്റിയോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എഴുതിട്ടോ. 35√2 അതാണ് 18th ടേം കിട്ടുക. 35√2. 35√2. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഭിജിത്ത് പറയുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോണ്ടാ. അത് എന്നെ കാണാൻ ഇക്വേഷൻ ആദ്യം എഴുതണം. എന്താ എങ്ങനെയാണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, എന്താണ് ലാസ്റ്റ് ടേം? ലാസ്റ്റ് ടേം 111. 111. ഓക്കെ, പിന്നെ -3 ഫസ്റ്റ് ടേം. ഓക്കെ, പിന്നെ കോമൺ ഡിഫറൻസ് 3. ഓക്കെ, പ്ലസ് 1. അപ്പൊ 108/3 + 1.
ഓക്കെ 108 by 3 എത്രയാ? 36. ഓക്കെ 36 plus 1 equal to 37 എന്നും. അപ്പൊ അതിന് മനസ്സിലായി ടോട്ടല് അതില് 37 ടേമുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുന്നത് സോ 37 ടേംസ് ആണ് അതിൽ ടോട്ടൽ ഉള്ളത് എന്ന് എഴുതി വെക്കണം. അത് കിട്ടിയത് കൈ നോക്കിയേ. അത് കിട്ടിയത് കൈ നോക്കൂ. 37 എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഏത് ടേമാണ് 248 എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ടേമാണ് 248 എന്നുള്ളത്? ഓക്കെ, അതിന് മുന്നേ നമുക്കൊന്ന് ഓക്കെ, അടുത്തത് അമൃത പറയണ്ടേ. അമൃത അടുത്ത ക്വസ്റ്റ്യൻ പറയും. ഫസ്റ്റ് ടേം 3, കോമൺ ഫസ്റ്റ് ടേം ഡിഫറൻസ് 3. ഓക്കെ, പിന്നെ കോമൺ ഡിഫറൻസ് 5, കോമൺ ഡിഫറൻസ് 5. പിന്നെ dn പ്ലസ് a മൈനസ് d ഈക്വൽ ടു 248. അതായത് nth ടേം അല്ലേ? ആ. nth ടേം അതായത് nth ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഞാൻ ഈ 248 248 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ആ വാല്യൂസ് കൊടുക്കും എയും ഡിയും ഇക്വേഷനിൽ. എ എന്നുള്ളതാണ് 3 കൊടുക്കുക. 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5 ഈക്വൽ ടു 248. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അപ്പുറത്തോട്ട് കൊണ്ടുപോകും 3നെ. അതെ. n minus 1 into 5 is equal to 248 minus 3. Okay, n minus 1 into 5 is equal to 245 എന്നാവൂലേ? ഈ 3 അങ്ങോട്ട് പോകും. അപ്പൊ 248 minus 3 that is 245. Okay, ഇനി എന്ത് ചെയ്യും? n minus 1 is equal to 245 by 5. Okay, n minus 1 equal to 245 by 5. That is equal to 49. Yes. അപ്പൊ n minus 1 equal to 49 കിട്ടി. So n is equal to 50. Okay, n is equal to 50. അപ്പൊ അതിന് എന്ത് കിട്ടി? 248 എന്ന് പറയുന്നത് ആ സമാന്തര ശ്രേണിയിലെ 50ാമത്തെ പദമാണ്. 248 എന്ന് പറയുന്നത് ആ സമാന്തര ശ്രേണിയിലെ 50ാമത്തെ പദമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ താഴെ എഴുതിയിരിക്കണം. 248 is the 50th term of that AP. 248 is the 50th term, 50th term of that AP എന്ന് എഴുതിയാൽ അത് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മിസ്റ്റർ വിശ്രുത്, സാർ ഇന്നലെ അവിടെ പോയി പകുതി വെച്ച് കാണാൻ അത് സാറേ നെറ്റ് പോയി മൊത്തം. പോയി. ഞാൻ മറ്റേ സമ്മയം പ്രോഡക്റ്റിന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, അവിടെ എത്തിയപ്പോ പോയി. പിന്നെ വന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാ വന്ന് വൈഫൈയുടെ. ഫുൾ കള്ളത്തരാണെന്ന് പറയാ. അല്ലല്ല, അടുത്ത ക്വസ്റ്റ്യൻ വായിക്ക്. ഏതാണോ? ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് കയറിയിട്ടില്ല സാർ. അതെന്തേ?
അത് ആദ്യം കേറിയിട്ട് ഞാൻ എയർ ബ്ലറായപ്പോ ഇറങ്ങിയിട്ട് വീണ്ടും കയറിയതാ. അല്ല അതെന്ത് കാര്യം? ശരിയല്ല. പവിത്ര എവിടെ? ഈ അടുത്ത ക്വസ്റ്റ്യൻ പറയും. അടുത്ത ക്വസ്റ്റ്യൻ പറയോ? Is 68 is a term of the AP? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? ഇവളെങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോണത്? പവിത്ര എവിടെ? ഏണ്ട ഇടയ്ക്കിടയ്ക്ക് പോണത്? ആ മ്യൂട്ട് ഒഴിവാക്കിയേ. ഇത് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ ഈ ഉണ്ടായില്ലേ ചെയ്യുമ്പോ? ചെയ്തോ? അത് ചെയ്തോ? കേൾക്കണില്ല. ചെയ്തോടാ? സാറേ ടേം അല്ലെന്ന് അറിയാം, എങ്ങനെയാ ചെയ്യാൻ അറിയാം. എങ്ങനെ ചെയ്യാന്ന് അറിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് ചെയ്യാലോ. ഈ അതിലിങ്ങനെ മ്യൂട്ടാക്കി പോയെങ്ങനെ നേരാവോ? മ്യൂട്ട് ഒഴിവാക്കല്ല. എന്താ ചോദ്യം ഇതാണ്. 68 എന്ന് പറയുന്നത് ആ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. കേട്ടോ? അതായത് 68 എന്ന് പറയുന്ന സംഖ്യ ആ സമാന്തര ശ്രേണിയിലെ, അതായത് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒരു ടേം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോ ആദ്യം നമുക്ക് ആ സമാന്തര ശ്രേണി എ പി എഴുതി വെക്കാം. എ പി ഇതാണ് 7, 10, 13 എക്സെട്ര. ഇതാണ് എ പി 7, 10, 13 എക്സെട്ര. അതില് 68 എന്ന് പറയുന്ന ആള് ഒരു പദമാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 68 അതിലെ ഏതോ ഒരു പദമാണ് എന്ന് നമ്മൾ വിചാരിക്കാം. 68 എന്ന് പറയുന്നത് അതിലെ ഏതോ ഒരു പദമാണെന്ന് വിചാരിക്കാം. നമുക്ക് എത്രാമത്തെ പദമാണ് എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ nth ടേം ആയിട്ടാണ് വിചാരിക്കല്. nth ടേം ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ 68 എന്ന് പറയുന്നത് എന്താ പറയാ, ഈ സമാന്തര ശ്രേണിയിലെ ഒരു nth ടേം ആണ് എന്ന് നമ്മൾ അത് കരുതുക. അപ്പൊ നമുക്ക് എഴുതാം n is equal to ഇക്വേഷൻ അല്ല a plus n minus 1 n is equal to a plus n minus 1 into d. അതില് ഈ ന്റെ വാല്യൂ 68 ആണെന്ന് നമ്മൾ കരുതുകയാണ്. ന്റെ വാല്യൂ 68 ആണെന്ന് കരുതുകയാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ന്റെ വാല്യൂ കിട്ടും. എത്രയാണ് ഇതിൽ ന്റെ വാല്യൂ എത്രയാ? 7. 7 കൊടുക്കുക. പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിന്റെ വാല്യൂ എത്രയാ? 3 അതും കൊടുക്കുക. ഇനിതാ ഈ 7 ഇങ്ങോട്ട് കൊണ്ടുവരേ. 7 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 68 മൈനസ് 7 കിട്ടും. അത് എത്ര കിട്ടുക? 61. 61. 61 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പില് ഇവിടെയുള്ള ഈ 3നെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 61/3 ഈക്വൽ ടു n മൈനസ് 1 വരും. ഈ 61/3 ഒരു കുഴപ്പമുണ്ട്. 61/3 ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് ഒരു ഹോൾ നമ്പർ കിട്ടൂല. കിട്ടുവോ? 61/3 എന്നൊരു ഹോൾ നമ്പർ കിട്ടുവോ? ഇല്ല. ഒരു പോയിന്റ് ഉള്ള ഒരു നമ്പർ ആവും കിട്ടുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എ പിയിലെ 2.7 ടേം ആണ് അത്, അല്ലെങ്കിൽ 10.4 ടേം ആണ് അത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ന്റെ വാല്യൂ എന്തായിരിക്കണം? എന്തായിരിക്കണം? യെസ്, ഹോൾ നമ്പർ ആയിരിക്കണം. പക്ഷേ ഇവിടെ 61/3 ചെയ്യുന്ന സമയത്ത് അതെന്താവൂല, ഒരു ഹോൾ നമ്പർ ആവില്ല. അപ്പൊ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നു here 61/3 is not an whole number.
So the value of n is not possible. അപ്പോൾ ഓൾ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ n-ന്റെ വാല്യൂ അവിടെ എന്തല്ല, പോസിബിൾ അല്ല. വാല്യൂ ഓഫ് n is not possible. So 68 is not a term in the AP 7, 10, 13, etc. അതായത് n-ന്റെ വാല്യൂ ഒരു ഹോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ n68 എന്ന് പറയുന്ന നമ്പർ ഈ AP-യിലെ ഒരു പദം അല്ല. പവിത്രയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. എന്താ അപ്പൊ ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞോണ്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കേണ്ട സംഖ്യനെ an ആയിട്ട് എടുക്കുക. എന്നിട്ട് an ഈസ് ഈക്വൽ ടു a പ്ലസ് n/1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/1 അല്ല, n-1 ഇൻറ്റു d. ആ. എന്നിട്ട് അതിനെ ഇക്വേഷന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ an മൈനസ് a എന്ന് വരും. ഓക്കെ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് an മൈനസ് a ഹോൾ ഡിവൈഡഡ് ബൈ d വരുന്ന സമയത്ത് അവിടെ ഹോൾ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ടേം ആണ്. അത് കിട്ടുന്നില്ലെങ്കിൽ ടേം അല്ല. യെസ്. അപ്പൊ അങ്ങനെ തന്നെ എഴുതിക്കണം, താഴെ തന്നെ എഴുതിക്കണം. ഹിയർ 61/3 is not an odd number, so the value of n is not possible, so 68 is not a term in this AP. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, n-ന്റെ വാല്യൂ ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രമേ ആ പദം ആ AP-യിൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ AP-യിൽ ആ പദം ഉണ്ടാകില്ല. യെസ്. അപ്പൊ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്തോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊക്കിക്കോ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊക്കിക്കോ. ഓക്കെ. ഇനി ഇന്നലെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗഗൻ പറയടാ, എന്തായിരുന്നു അരിത്തമെറ്റിക് മീൻ? വാട്ട് ഈസ് അരിത്തമെറ്റിക് മീൻ? ഗഗൻ പറയും. അരിത്തമെറ്റിക് മീൻ എന്താന്ന് പറയും? What is arithmetic mean? ഒരാൾ ക്ലാസ്സിൽ ഉണ്ടാവില്ല. കേൾക്കാൻ പറയടാ. What is arithmetic mean? ഓർമ്മട്ടില്ലേ? വൈഷ്ണവ് പറയും എന്താ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈഷ്ണവ് പറഞ്ഞോണ്ടാ. എയും ബിയും സിയും ഇപ്പൊ 3 അടുത്തടുത്ത നമ്പേഴ്സ് ആണെങ്കിൽ AP-ത്തെ ഇപ്പൊ 2b = a + c ആവും. A + c = b/2 അല്ലെങ്കിൽ 2b = a + c. യെസ്. അതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ. അത് എഴുതി ഒരു ബോക്സിനൊക്കെ ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കോ. പുതിയൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Insert 6 numbers between
insert 6 numbers between 4 and 25. Insert 6 numbers between. Insert 6 numbers between. Insert 6 numbers between 4 and 25. 4 and 25. Such that 4 and 25. Such that the resulting sequence is an AP. Such that the resulting sequence is an AP. Insert 4 numbers between. ഒരു മിനിറ്റ് 4 numbers എഴുതിയത് 6 numbers. Okay. അപ്പൊ insert 6 numbers between 4 and 25. Insert 6 numbers between 4 and 25. Insert 6 numbers between 4 and 25 such that the resulting sequence is an EP. Such that the resulting sequence is an EP. The resulting sequence is an EP. Yes. Question മര്യാദയ്ക്ക് വായിക്കി. Question മര്യാദയ്ക്ക് വായിച്ചിട്ട് ആർക്കെങ്കിലും അത് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ നന്നാവും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന്റെ ശേഷം അത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കൈ പൊക്കൂ. ആരാ കൈ പൊക്കിയത്? അഭിജിത്താണോ കൈ പൊക്കിയത്? അന്ന് പറഞ്ഞോണ്ട് എങ്ങനെ ചെയ്യും? സാറേ ഈ 4ന്റെ 25ന്റെ ഇടയിൽ 6 നമ്പർ കയറ്റണ്ടേ? വേണം. 6 നമ്പർ കയറ്റുമ്പോ 25 അറിയണത് 8ാമത്തെ പദാവൂലേ? യെസ്. എട്ടാമത്തെ പദം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 7D അല്ലേ? അപ്പൊ എഫ് പ്ലസ് 7D ഈക്വൽ ടു 25. 7D ഈക്വൽ ടു 25 മൈനസ് 4. അപ്പൊ D ഈക്വൽ ടു 21/7 ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ 4നോട് 3 കൂട്ടി. വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണല്ല, എല്ലാരും കേട്ടോ. ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാല് 4ന്റെയും 25ന്റെയും ഇടയിൽ ഒരു സമാന്തര ശ്രേണി വരത്തക്ക വിധത്തിൽ 6 നമ്പറുകളെ ഇൻസേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4ന്റെയും 25ന്റെയും ഇടയിൽ ഒരു AP വരുന്ന വിധത്തിൽ 6 നമ്പറുകളെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം 4 ഇവിടെ ഉണ്ടാവും, 25 ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ AP സ്റ്റാർട്ട് ചെയ്യുന്നത് 4ൽ നിന്നാണ്. അതുപോലെ AP എൻഡ് ചെയ്യുന്നത് 25ലാണ്. ഇതിന്റെ നടുവിലായിട്ട് നമുക്ക് 6 നമ്പറുകൾ ചേർക്കണം. 6 നമ്പറുകൾ ചേർക്കണം. 6 നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ നമ്പർ എന്ന് അറിയില്ല. ABC കൊടുക്കുക. A, B, C, D, E, F. ഈ 6 നമ്പറുകളാണ് നമ്മൾ ചേർത്തതെന്ന് എഴുതിക്കോ. ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായി? 4ന്റെ 25ന്റെ ഇടയിൽ നമ്മൾ 6 നമ്പറുകൾ ചേർത്തു. കിട്ടിയ ഈ സാധനം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവുകയും ചെയ്തു. ഇനി നോക്ക്, ഈ APന്റെ ആദ്യത്തെ ടേമാണ് 4. ഇത് 2ാം ടേം, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8ാം പദമാണ്. 25 എന്ന് പറയുന്നത് 8ാമത്തെ പദമാണ്. കാരണം എന്താ? ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ 6 ടേമുകൾ ചേർത്തു. അപ്പൊ ടോട്ടൽ 7 ടേമായി. പിന്നെ വരുന്ന ടേമാണ് 25. സോ 25 ഈസ് ദ 8th ടേം. 25 എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ APയിലെ 8th ടേമാണ്. 25 എന്ന് പറയുന്ന സാധനം ഈ APയിലെ
8th ടേം ആണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതി നോക്കിയിട്ട് എണ്ണിയാൽ മതി. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്. ദിസ് ഈസ് ദ 8th ടേം. സോ 25 ഈസ് ദ 8th ടേം എന്ന് എഴുതാം. ഇനി 8th ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക a+7d എന്നാണ്. a+7d. അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ പഠിച്ചിട്ടുണ്ട്. 8th ടേം ആകുമ്പോൾ 8 1 കുറച്ചിട്ട് 7d എന്ന് എഴുതണം. 100ാമത്തെ ടേം ആണെങ്കിൽ a+99d എന്ന് എഴുതണം. 50ാമത്തെ ടേം ആണെങ്കിൽ a+49d എന്ന് എഴുതണം. അങ്ങനെ ഇവിടെ 8th ടേം ആയതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a+7d എന്ന് എഴുതാം. a+7d. അപ്പൊ a+7d വാല്യൂ എത്രയാണ്? a+7d is equal to 25. 25 ആണ് 8ാമത്തെ ടേം. ദാറ്റ് ഈസ് a+7d is equal to 25. ഇനി ഈ ഒരു എ പി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ എക്ക് പകരം നമ്മൾ 4 കൊടുത്തു. 4+7d equal to 25. 4 നിങ്ങൾക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താവും? 7d is equal to 25 minus 4. That is 21. 7d is equal to 21. And d is equal to 21/7. That is equal to 3. അപ്പൊ എന്ത് കിട്ടി? ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഡിയുടെ വാല്യൂ, കോമൺ ഡിഫറൻസിന്റെ വാല്യൂ 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എ പി എഴുതാൻ സുഖല്ലേ? 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ 4നോട് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടിയത് കിട്ടും. അപ്പൊ എങ്ങനെ കിട്ടും? എയുടെ വാല്യൂ 4+3 ഇത് എത്രയാവും? 7 ആവും. ഇത് എത്രയാവും? 10 ആവും. ഇത് എത്രയാവും? 13 ആവും. ഇത് എത്രയാവും? 16. ഇത് 19. ഇത് 22. ഒരു 3 കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 25 കിട്ടും. സോ ഇങ്ങനെ ചെയ്തു വരിക. സോ ദ AP is the resulting AP is 4, 7, 10, 13, 16, 19, 22 and 25. അപ്പൊ എന്ത് കിട്ടി? നമുക്കൊരു AP കിട്ടി. അതിന് നടുവിൽ 6 ടേമുകളെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയായിരുന്നോ കണ്ടീഷൻ പറഞ്ഞത്, ആ കണ്ടീഷനുകൾ എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു കൂടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ അത് എഴുതിക്കോ. മനസ്സിലാവാത്തവർ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാം. എന്ത് വേണമെങ്കിലും ചെയ്തോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കുന്നത് നല്ലതാണ്. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊക്കാം. യെസ് യെസ് യെസ്. യെസ്, എല്ലാവരും കൈമുക്കിയ സ്ഥിതിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അങ്ങനെ ആൻസർ ഇട്ട് പോയിക്കോട്ടോ. എഴുതിക്കോ ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് 5 numbers between. Insert 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 5 numbers between 8 and 26. 8 and 26. Insert 5 numbers between 8 and 26. 8 and 26. 8 and 26. Such that the resulting sequence is an AP. Such that the resulting sequence is an AP. Such that
The resulting sequence is an AP. Insert, insert 5 numbers between, insert 5 numbers between 8 and 26, 8 and 26, 8 and 26, such that the resulting sequence is an AP, such that the resulting sequence is an AP, such that the resulting sequence is an AP. Yes. ചെയ്തോ? ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇട്ടോട്ടാ. ആൻസറുകൾ കമന്റ് ബോക്സിൽ ഇട്ടോ ചെയ്ത് കഴിഞ്ഞവര്. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Insert 6 numbers between. Insert 6 numbers between. Insert 6 numbers between. Insert 6 numbers between 3 and 24. Insert 6 numbers between 3 and 24. Insert 6 numbers between 3 and 24 such that 3 and 24 such that the resulting sequence is an AP. The resulting sequence is an AP. Insert 6 numbers between 3 and 24 such that the resulting sequence is an AP. Insert 6 numbers between 3 and 24 such that the resulting sequence is an AP. Zero. Insert 6 numbers between 3 and 24 such that the resulting sequence is an AP. Cheyo.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Insert 4 arithmetic mean. Insert 4 arithmetic mean. Insert 4 arithmetic means between. Insert 4 arithmetic means between 4 and 19. 4 19. 4 and 19. Insert 4 arithmetic means between. Insert 4 arithmetic means between 4 and 19. 4 19. 4 and 19. ഇതില് ഇൻസേർട്ട് 4 നമ്പേഴ്സ് എന്നുള്ളതിന് പകരം അരിത്തമെറ്റിക് മീൻ എന്നാണ് തന്നിരുന്നത്. പക്ഷെ ചെയ്യുന്നതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എങ്ങനെയാണോ നമ്പറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യേണ്ടത്. അല്ലാതെ അരിത്തമെറ്റിക് മീൻ എന്ന് എഴുതിയത് കൊണ്ട് അങ്ങനെയല്ല ചെയ്യുക, വേറെ ഏതെങ്കിലും രൂപത്തിലാണ് ചെയ്യൽ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ നമ്പറുകൾ വെച്ച് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ചെയ്യാൻ അറിയുണ്ടാവുമല്ലോ, ചെയ്തോ. വൈഷ്ണവിനെ, അഭിജിത്തിനെ, അർഷദിനെ ഒന്നും കാണാനില്ലല്ലോ. വൈഷ്ണവ്, അഭിജിത്ത്, അർഷദ്. ഞാൻ അല്ല, ആൻസർ ഇവിടെ നിന്ന് അല്ല, ഞാൻ കുറെ ഉണ്ട്. ഇതായില്ല, സോറി അത് സെൻഡ് ആയില്ല. 4 7 10 13 16 19 അല്ല കിട്ടിയത്. 4 7 10 13 16 19 അല്ലേ? ലാസ്റ്റ് ആ ഒരു സംഗതി വെച്ചിട്ടുള്ള ഒരു അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് 4 അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ. Insert 4 arithmetic mean between. Insert 4 arithmetic mean between. Insert 4 arithmetic means between 3 and 18. 3 18. Insert 4 arithmetic mean between 3 and 18. Insert 4 arithmetic mean between 3 and 18. Insert 4 arithmetic mean between 3 and 18. ചെയ്തിട്ടോ? Yes. 3 6 9 12 18 and 3 6 9 12 15 18. 3 6 9 12 15 18. Okay.
യെസ്, അപ്പൊ അരിത്തമെറ്റിക് മീൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. മതി മതി മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ആൻ എ പി in an AP in an AP in an AP if in an AP if nth term is n, nth term is n, nth term is n, nth term is n, and nth term is m, nth term is m, nth term is n and nth term is m, nth term is n and nth term is m. Then find the pth term. 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 In an AP, nth term is n and nth term is m. Then find the pth term. Then find the pth term. ചെയ്യാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, പറയാതിരിക്കരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കാം. ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ കൈ പൊക്കാം. nth ടേം n ആണ്, nth ടേം m ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ മ്യൂട്ടൊക്കെ അൺമ്യൂട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ട് പിന്നെ ആട്ടണ പോയ പിന്നെയും വന്നു പോയി പറ്റിക്ക. സാർ അങ്ങനെ അതിന്റെ കോമൺ ഡിഫറൻസ് -1 അല്ലേ ആവൂലേ? അത് വെറുതെ -1 പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ -1 വരുന്നുള്ളത് അറിയണം. ആ സ്റ്റെപ്പ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അത് അറിയില്ല, അങ്ങനെ പഠിച്ച്. അത് കാണാപ്പാടം 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കും. ഇങ്ങനെ വന്നാൽ -1, അങ്ങനെ വന്നാൽ -1, ഇങ്ങനെ കൂട്ടിയാൽ 0, അങ്ങനെ കൂട്ടിയാൽ 0. പക്ഷെ അങ്ങനെ +1 പരീക്ഷയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റ വിട്ടു. കാരണം സ്റ്റെപ്പുകൾ നിർബന്ധമാണ്. ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കണം ചോദ്യമായിരിക്കും. അപ്പൊ സ്റ്റെപ്പുകൾ അവിടെ വളരെ നിർബന്ധമാണ്. ഇപ്പൊ D-1 ഒറ്റയടിക്ക് എഴുതരുത്. ആ സ്റ്റെപ്പ് വെച്ച് കണ്ടെത്തി വേണം എഴുതാൻ. ഇതിലൊരു പിശാച് ഉണ്ടല്ലോ, നമ്മൾ പഠിപ്പിച്ച പിശാച്. അതിന് അറിയണ്ടാവണല്ലോ. എവിടെയാ മഴ? സാറേ എനിക്കറിയില്ല. ഈ ഇങ്ങനെ നടന്നില്ല. കഴിഞ്ഞ കൊല്ലത്ത് ബുക്ക് എടുത്തോ, കയ്യിലുണ്ടാവും. നമ്മളെ നാളെ എടുത്താൻ. അപ്പൊ നോക്കിക്കോ, ആർക്കും അറിയാത്ത സ്ഥിതിക്ക് നോക്ക്. നമുക്ക് കാണേണ്ടത് പീത്ത് ടേമാണ്. നമുക്ക് കാണേണ്ട സംഗതി പീത്ത് ടേമാണ്. പീത്ത് ടേമിന്റെ ഇക്വേഷൻ പറഞ്ഞു തരണം. മാനിനെ പീത്ത് ടേമിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? പീത്ത് ടേമിന്റെ ഇക്വേഷൻ പറയും. a plus n minus 1 into d എന്നല്ലേ? അത് nth ടേമിന്റെ ഇക്വേഷൻ അല്ല, ഇത് pth ടേമിന്റെ പറയും. എനിക്കറിയില്ല സാറേ. അനക്ക് അറിയോ? ഈ പറയും nth ടേമിന്റെ ഇക്വേഷൻ എന്താ? a plus n minus 1 into d. ഓക്കെ, അവിടെ n ആണ് അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അല്ലെ അവിടെ n-1 ഉപയോഗിച്ചത്? അതെ. അപ്പൊ pth ടേമിന്റെ ഇക്വേഷൻ എന്താവും? a plus p minus 1 into d. എന്നിട്ട് അനക്ക് അറിയില്ല എന്നറിയാം. പി എൻ അല്ലേ പറഞ്ഞ്? a plus p minus 1 into d.
ഈ സാധനമാണ് നമ്മൾ കാണുന്നത്. പീത്ത് ടേം എന്ന് പറയുന്ന സംഗതിയാണ് നമുക്ക് കാണേണ്ടത്. പീത്ത് ടേമിന്റെ ഇക്വേഷൻ തന്നെ വളരെ എളുപ്പമാണ്. നിങ്ങൾ nth ടേമിന്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, a + n - 1 × d അല്ലേ? എന്നിട്ട് അതിന് 10th ടേമാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? n എന്നുള്ളതിന് പകരം 10 എന്ന് കൊടുക്കും. 50ാമത്തെ ടേമാണ് കാണേണ്ടതെങ്കിൽ n എന്നുള്ളതിന് പകരം 50 എന്ന് കൊടുക്കും. അതുപോലെ pth ടേമാണ് കാണേണ്ടതെങ്കിൽ n എന്നുള്ളതിന് പകരം p എന്ന് കൊടുക്കുന്നു. അപ്പോ a + p - 1 × d എന്ന് കിട്ടും. a + p - 1 × d. അപ്പോ ഇതാണ് കാണുന്നത്. ഇനി ഈ സംഗതി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ അറിയണം, ഡിയുടെ വാല്യൂവും അറിയണം. എന്റെ വാല്യൂവും ഡിയുടെ വാല്യൂവും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? pth ടേം കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ അൺനോൺ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എയും ഒന്ന് ഡിയും ആണ്. പക്ഷേ അത് കിട്ടാൻ, എയുടെയും ഡിയുടെയും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്. nth ടേം n എന്നും nth ടേം m എന്നും പറഞ്ഞ രണ്ട് സംഗതികൾ ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ളത് നോക്കാം. എടാ nth ടേം എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ എഴുതുക? nth ടേം എന്നുള്ളതിന് എങ്ങനെ എഴുതും പറഞ്ഞേ? nth ടേം എന്നുള്ളതിന് എങ്ങനെ എഴുതും? എന്നാലും ഉണ്ടാത്ത് nth ടേം എങ്ങനെ എഴുതും? ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതും? nth ടേം എങ്ങനെ എഴുതും? പേര് വിളിച്ചാലേ പറയുന്നുണ്ട്. വൈഷ്ണവ nth ടേം എങ്ങനെ എഴുതും? a + m - 1 d. nth ടേം എന്നുള്ളത് നമുക്ക് എഴുതാം a + m - 1 × d. അതിന്റെ വാല്യൂ എന്താ? ഈക്വൽ ടു എത്ര ആയിരിക്കും? n. n. ഓക്കെ, nth ടേം ഈക്വൽ ടു n അത് എഴുതി. ഇനി nth ടേം m ആണ്, nth ടേം m ആണ്. അതെങ്ങനെ എഴുതും? nth ടേം ഈക്വൽ ടു m അതെങ്ങനെ എഴുതും പറഞ്ഞേ? a + n - 1 × d equal to n. a + n - 1 × d ഈക്വൽ ടു m. യെസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓരോരോ ഇക്വേഷനുകൾ ഉണ്ടാക്കി. ക്വസ്റ്റ്യനിൽ ആദ്യം കാണാൻ പറഞ്ഞത് pth ടേം ആണ്. pth ടേമിന്റെ ഇക്വേഷൻ a + p - 1 × d ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂവും ഡിയുടെ വാല്യൂ അറിയണം. അങ്ങനെ എയുടെയും ഡിയുടെയും വാല്യൂ കിട്ടാൻ നമ്മളെ കയ്യിൽ രണ്ട് സംഗതികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സംഗതി ഇതായിരുന്നു, nth ടേം n ആണ് എന്ന് എഴുതിയത്. that is a + n - 1 × d = n. രണ്ടാമത്തെ സംഗതി nth ടേം m ആണെന്നുള്ളത്. that is a + n - 1 × d = m. മക്കളെ, ഈ രണ്ട് ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും 2 എന്ന് പറയുന്ന ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ കുറയ്ക്കാൻ പോവാ, മൈനസ് ചെയ്യാൻ പോവാ, കുറയ്ക്കാൻ പോവാ. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ഈ എയും കട്ട് ചെയ്ത് പോകും. എയും എന്താവും? കട്ട് ചെയ്ത് പോകും. കാരണം എന്താ? എ കുറച്ചിട്ടുണ്ടെങ്കിൽ 0, അപ്പൊ എ കട്ട് ചെയ്ത് പോകും. വളരെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയും ഡിയും കട്ട് ചെയ്ത് പോകുമെന്ന് പറയും. അങ്ങനെ എഴുതുന്നതോടുകൂടി ആ ക്വസ്റ്റ്യന്റെ എല്ലാ സംഗതികളും തെറ്റിപ്പോവും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഡിയും കട്ട് ചെയ്ത് പോകൂല, അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് കുറച്ച് പേര് പോയി, ഇനി ഇതിൽ നിന്നും ഇത് കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കുന്നു നോക്കോ? അങ്ങനെ എഴുതാം m - 1 × d. അതായത് ഇത് ഈ സാധനം m - 1 × d.
കുറയ്ക്കണം മൈനസ് ഈ സാധനം അതാ n-1 into d ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി റൈറ്റ് സൈഡിൽ എന്ത് കുറയ്ക്കണം? n-ൽ നിന്ന് m കുറയ്ക്കണം. ദാറ്റ് ഈസ് n-m. കേട്ടാ, കുറയ്ക്കല് വളരെ സിമ്പിൾ ആയിട്ടാണ് കുറച്ചിട്ടുള്ളത്. നോക്കിക്കോ, എ പോയി, കാരണം ഇവിടെ എ ഉള്ളൂ, ഇവിടെ എ ഉള്ളൂ, അത് രണ്ടും കുറച്ചപ്പോ കട്ട് ചെയ്ത് പോയി. ഈ ടേമിന്ന് ഈ ടേം കുറയ്ക്കണം. ദാറ്റ് ഈസ് m-1 into d കുറയ്ക്കണം n-1 into d. ലെഫ്റ്റ് സൈഡ് ചെയ്തു. റൈറ്റ് സൈഡ് അതേപോലെ ചെയ്യുമ്പോൾ n ന്ന് m കുറയ്ക്കണം. ദാറ്റ് ഈസ് n-m. ഇനി നോക്കടാ, ഈ ടേമിലും കോമൺ ആയിട്ട് d എന്ന് പറയുന്ന ആളുണ്ട്. ഈ ടേമിലും കോമൺ ആയിട്ടാരുണ്ട്? d ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് d നെ അവിടെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? d ഇൻറ്റു ഇവിടെ d നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? m-1 ഉണ്ടാവും. m-1 ഇതിന്ന് d പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തുണ്ടാവും? ഈ മൈനസിന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -n+1 വരും. -n+1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാകുന്നെ n-m. ഇനി എന്ത് സംഭവിക്കും? ഈ -1ഉം +1ഉം കൂടി കട്ട് ചെയ്ത് പോവും. സോ d into m-n is equal to n-m. d into m-n equal to n-m. ഈ കുറച്ചതില് ഇത്രയും ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഇത് മനസ്സിലായാലും അടുത്ത് മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കുറച്ചതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പെട്ടെന്ന് ചോദിക്കണം. ആർക്കും ഡൗട്ടില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. നോ ഡൗട്ട്? ഒന്ന് കൈ മുക്കിയാലെങ്കിലും മതി. ആർക്കും ഡൗട്ടില്ല. വെരി ഗുഡ്. അപ്പോ d into m-n ഈക്വൽ ടു n-m എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് d ന്റെ വാല്യൂ ആണ്. സോ d നെ മാത്രം അവിടെ നിർത്തുക. d ഈക്വൽ ടു ഈ സാധനം എങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവൈഡഡ് ബൈ നോ. അപ്പൊ എന്ത് വരും? n-m ഡിവൈഡഡ് ബൈ m-n വരും. അതിന്റെ വാല്യൂ എന്ത് എന്നുള്ളത് നമുക്ക് കാണണം. അത് കാണാൻ വേണ്ടിട്ട് ഒരു എപ്പോഴും പറഞ്ഞുതരാം. എപ്പോഴും സാധനം ഇവിടെ നോക്കണം. 5 - 6 ഡിവൈഡഡ് ബൈ 6 - 5 എന്താ അതിന്റെ ആൻസർ വരിക? 5 - 6 ഡിവൈഡഡ് ബൈ 6 - 5 എന്താണ് ആൻസർ വരിക നോക്കണം. അഭിജിത്തെ ഇത് പറഞ്ഞോണ്ടാ. 5 - 6 ഡിവൈഡഡ് ബൈ 6 - 5 എന്താ ആൻസർ വരിക? -1. -1. അതെങ്ങനെ കിട്ടിയത്? ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞോണ്ടാ, എങ്ങനെ കിട്ടിയത് സ്റ്റെപ്പ്? 5 ന്ന് 6 കുറയ്ക്കുമ്പോ -1 കിട്ടും. ആ ബൈ 6 ന്ന് 5 കുറയ്ക്കുമ്പോ 1 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് -1 ആൻസർ ആയി കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? നോക്കാം. പോലെ 10 - 12 ഡിവൈഡഡ് ബൈ 12 - 10 എന്താണ് കിട്ടുക? 10 ഡിവൈഡഡ് ബൈ -1 തന്നെ. അഭിജിത്തെ പറഞ്ഞോണ്ട് എന്ത് കിട്ടും? -1 തന്നെ കിട്ടും. -1 കിട്ടും. എന്താ സ്റ്റെപ്പ്? സ്റ്റെപ്പ് കൂടി ഒന്ന് പറഞ്ഞോ. സ്റ്റെപ്പ് കൂടി പറയാം. സ്റ്റെപ്പ് -2/2. -2/2. അപ്പൊ 2 കട്ട് ചെയ്തു. ആൻസർ ഈക്വൽ ടു -1. പോലട്ടോ പോല 10 - 15 ഡിവൈഡഡ് ബൈ 15 - 10 എന്താ ആൻസർ കിട്ടുക? പറഞ്ഞേ. -5/5. -5/5 എന്ത് കിട്ടും? -1. ഓക്കെ, -1. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കി? ഈ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടെങ്ങാണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും -1 ആയിരിക്കും. ഇവിടെ നോക്ക്, ഇത് n-m ആണ്. താഴെ അതേ നമ്പർ തന്നെ തിരിച്ചിട്ട് m-n ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താവും അഭിജിത്തെ? ഇതിന്റെ ആൻസർ എന്താവും? -1. യെസ്, വെരി ഗുഡ്. സോ
the value of d is equal to -1 എന്ന് കിട്ടി. അപ്പോ d -1 എന്ന് കിട്ടാൻ കാരണം ഇതൊരു നമ്പറാണ്, ആ നമ്പർ തിരിച്ചിട്ട നമ്പറാണ് ഇത്. അപ്പൊ അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -1 കിട്ടും. അത് എങ്ങനെയാണ് കിട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 3 എക്സാമ്പിളുകൾ ഇവിടെ കാണിച്ചത്. അപ്പൊ ഡിന്റെ വാല്യൂ കിട്ടി. The value of d is equal to -1. The value of d is equal to -1. അപ്പോ pth ടേം കാണേണ്ട ഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എ കൂടി കിട്ടിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഡി കിട്ടി, ഇനി എ കിട്ടണം. എ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ നമുക്ക് കിട്ടിയ ഡിയുടെ വാല്യൂ, ഇപ്പൊ ചെയ്ത് കിട്ടിയ ഡിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിൽ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കിട്ടിയ ഡിന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കിട്ടും. തൽക്കാലം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ എഴുതുക സബ്സ്റ്റിറ്റ്യൂട്ട് d equal to -1 in equation number 1. Substitute ഇതിന്റെ ബാക്കിയാണ്. Substitute d equal to -1 in equation number 1. എന്താ equation number 1? a plus n minus 1 into d എന്നുള്ളതിന് പകരം a plus n minus 1 into d എന്നുള്ളതിന് പകരം -1 കൊടുക്കുക. into -1 that is equal to n. അപ്പൊ എന്തൊരു a ഈ -1 m ഗുണിക്കണം. -1 m ആയിട്ട് ഗുണിക്കണം. അപ്പൊ അത് -m എന്നാവും. -1 കൂടി ഗുണിക്കണം. അപ്പൊ അത് +1 എന്നാവും. that is equal to n എന്ന് കിട്ടി. അപ്പൊ എന്ത് -1 ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ m into -1 എന്ന് പറഞ്ഞാൽ -m ആയി. -1 into -1 എന്ന് പറഞ്ഞാൽ +1 ആയി. ഈക്വൽ ടു n അതേപോലെ തന്നെ കിട്ടും. നമ്മുടെ ആവശ്യം എയുടെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളത് ആയതുകൊണ്ട് എനെ മാത്രം ഈ ലെഫ്റ്റ് സൈഡിൽ നിർത്തി ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ഓൾറെഡി ഇതിന്റെ n ഉണ്ട്. ഈ -m അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +m ആവും. ഈ +1 അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -1 ആവും. സോ എന്ത് കിട്ടി? എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ എന്ന് പറയുന്നത് n plus m -1. ഡിന്റെ വാല്യൂ എന്താ? -1. എയുടെ വാല്യൂ n plus m -1. അപ്പൊ എയും കിട്ടി, ഡിയും കിട്ടി, എയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി? pth ടേം കണ്ടാൽ മതി. അപ്പൊ ഇനി pth ടേം കാണുക. എങ്ങനെ pth ടേം കാണും? pth ടേം ഈക്വൽ ടു pth ടേമിന്റെ ഇക്വേഷൻ എന്താ? pth ടേമിന്റെ ഇക്വേഷൻ a plus p minus 1 into d. a എന്നുള്ളതിന് പകരം ഈ സാധനം കൊടുക്കുക. ഏത് സാധനം? n plus m -1. അപ്പൊ എക്ക് പകരം കൊടുത്തു, n plus m -1 കൊടുത്തു. ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് അതേപോലെ ഇട്ടു. p minus 1 into d എന്നുള്ളതിന് പകരം കൊടുക്കുക -1 കൊടുക്കുക. into -1. ഓക്കെ. അപ്പൊ എന്തായാലും n plus m -1. ഈ -1 ഇതിലേക്ക് ഗുണിക്കുക. -1 into p എന്ന് പറഞ്ഞാൽ -p. -1 into -1 എന്ന് പറഞ്ഞാൽ +1. ഇനി നോക്കടാ, ഈ -1 +1 കൂടി കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക? n plus m -p കിട്ടും. അപ്പോ ഇതാണ് എന്തിന്റെ വാല്യൂ? pth ടേമിന്റെ വാല്യൂ. pth ടേമിന്റെ വാല്യൂ എന്താ? n plus m -p എന്ന് പറയുന്നതാണ് pth ടേമിന്റെ വാല്യൂ. അതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും ചെയ്താൽ 3 മാർക്ക് കിട്ടും. അപ്പൊ താഴെ എഴുതിയേക്ക ഇറ്റ് ഈസ് ദ ഇത് കുറെ ഉണ്ടെന്ന് വിചാരിക്കണ്ട. കുറെ ഉള്ള ക്വസ്റ്റ്യനുകൾ വേറെ വരാൻ കിടക്കുന്നുണ്ട്. ഇതായത് എഴുതാൻ ഏറ്റവും സിമ്പിൾ സാധനമാണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നും കൂടി ആദ്യം തൊട്ട് പറയാം, ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരും വളരെ
മൊത്തം ശ്രദ്ധ ഫുള്ള് ശ്രദ്ധിച്ചിരുന്നോ? ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു എ പിയുടെ nth ടേം n ആണ്, nth ടേം m ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ പിയുടെ pth ടേം കാണണം. അപ്പൊ നമ്മൾ കാണേണ്ട സംഗതി ആദ്യം എഴുതി വെച്ചു. pth ടേമിനെ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി എന്ന രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ pth ടേമിന്റെ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂവും ഡിയുടെ വാല്യൂവും നമുക്ക് കിട്ടണം. ഈ എയും ഡിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ 2 ക്ലൂ ഉണ്ട്. ആ 2 ക്ലൂ ആണെന്ത്? mth ടേം n ആണെന്നുള്ളതും nth ടേം m ആണെന്നുള്ളതും. അപ്പൊ mth ടേം n എങ്ങനെ എഴുതും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു m. നമ്മൾ ആവശ്യം എയും ഡിയും കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചു. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഈ എയും തമ്മിൽ എന്തായി? കട്ട് ചെയ്തു പോയി. ഈ ഡിയും തമ്മിൽ കട്ട് ചെയ്ത് പോകില്ല. അങ്ങനെ കട്ട് ചെയ്ത് പോവാതിരിക്കാനുള്ള കാരണം ഡി ഇവിടെ ഒറ്റയ്ക്കല്ല, ഡി ഇപ്പൊ ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് പോവാത്തത്, ഇല്ലെങ്കിൽ പോയേനെ. അപ്പൊ ഇത് രണ്ടും കുറച്ചപ്പോ കട്ട് ചെയ്ത് പോയി. ഇനി നമ്മൾ കുറയ്ക്കേണ്ടത് m-1 ഇൻറ്റു ഡിയിൽ നിന്ന് n-1 ഇൻറ്റു ഡി കുറയ്ക്കണം. അപ്പൊ അതെങ്ങനെ എഴുതും? m-1 ഇൻറ്റു ഡി കുറയ്ക്കണം n-1 ഇൻറ്റു ഡി. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓക്കെ, റൈറ്റ് സൈഡിലോ n കുറയ്ക്കണം, ദാറ്റ് ഈസ് n-m. ഇനി നോക്കുമ്പോ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട്? ഡി ഉണ്ട്. ആ ഡിനെ പുറത്തേക്ക് എടുത്തു. ഇവിടുന്ന് ഡീനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി m-1 ഉണ്ടാവും. ഇതിന്ന് ഡീനെ പുറത്തേക്ക് എടുത്താൽ ഈ മൈനസും കൂടി കൺസിഡർ ചെയ്യണം. സോ മൈനസ് ഇൻറ്റു n മൈനസ് n, മൈനസും കൂടി എന്തായി? +1 ആയി. ഇനി എന്ത് ചെയ്തു? -1നെ +1നെ നമ്മൾ കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട്? ഡി ഇൻറ്റു m-n ദാറ്റ് ഈസ് ഈക്വൽ ടു n-n ഉണ്ടാവും. ഡിന്റെ വാല്യൂ നമ്മൾ കാണുന്നത്. സോ ഡി ഈക്വൽ ടു ഇതിനപ്പുറം കൊണ്ടുവരിക. അപ്പൊ എന്തോ n-n ഡിവൈഡഡ് ബൈ m-n ഉണ്ടാവും. സോ ഡി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോ ഇതിൽ നമുക്ക് ഡിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആവശ്യം എയുടെ വാല്യൂ കണ്ടെത്തുക, ഫസ്റ്റ് ടേം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ ഡിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is, substitute the value of d equal to -1 in equation number 1. ഇപ്പൊ ആർക്കെങ്കിലും തോന്നുകയാണ് ഇക്വേഷൻ നമ്പർ 2ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, ആൻസറിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസം വരില്ല, വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? a പ്ലസ് m-1 ഇൻറ്റു ഡി എന്നതിന് പകരം -1 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു n. That is a -1 into m minus n, -1 into -1 plus 1. That is a minus n plus 1 equal to n എന്ന് കിട്ടി. So a equal to ഫസ്റ്റ് ടേം ആണല്ലോ വേണ്ടത്. അപ്പൊ a നെ മാത്രം ഇവിടെ നിർത്തി ഇയാളെ കൊണ്ടുപോയി. -1 ഇങ്ങോട്ട് വരുമ്പോൾ +n ആയി, +1 ഇവിടെ വരുമ്പോൾ -1 ആയി. That is a equal to n plus n -1 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ? എന്റെ വാല്യൂ ഡിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ള പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് pth ടേം കണ്ടെത്താം. pth ടേമിന്റെ ഇക്വേഷൻ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി. a എന്നുള്ളതിന് പകരം n+m -1 കൊടുത്തു, പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡിക്ക് പകരം -1 കൊടുത്തു, n+m -1 മുക്കിയപ്പോൾ -p +1 കിട്ടും. +1 -1 കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തെങ്കിലും കിട്ടും? n+m - p കിട്ടും. സോ n+m - p is the pth term of that AP. അങ്ങനെയാണ് കിട്ടുക. അപ്പോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോ, എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ.
അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്ത് നോക്ക്. നമ്മൾ പറഞ്ഞ വെച്ച് ഒറ്റയ്ക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുമ്പോൾ മാത്രം ബോർഡിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ തന്നെ പഠിച്ചോളൂ. പെട്ടെന്ന് ചെയ്തോ. ചെയ്യൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കൂ. ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ കൈ പൊക്കണേ. ചെയ്ത് കഴിഞ്ഞവർക്ക് കൈ പൊക്കാം. എന്തായി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. യെസ്. അപ്പോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. അത് നിങ്ങൾ ഇപ്പൊ തന്നെ ഒറ്റയ്ക്കും ചെയ്യും. ക്വസ്റ്റ്യൻ ഇതാണ്. In an AP, if the pth term in an AP, if the pth term is Q, in an AP, if the pth term is Q, in an AP, if the pth term is Q, pth term എന്താണ്? Q ആണ്. And qth term is P. In an AP, if pth term is Q and qth term is P, then find the mth term. Then find the mth term.
Pth ടേം Q ആണ്, Qth ടേം P ആണ്. അങ്ങനെയാണെങ്കിൽ mth ടേം കാണോ? mth ടേം കാണോ? Pth term Q, Qth term P, find the mth term, find the mth term. കണ്ടോ? കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നോക്കിക്കോ.
കഴിഞ്ഞിട്ട് ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടേക്കും. ആൻസർ ഇട്ടേക്കും കാണട്ടെ. ആൻസർ കമന്റ് ബോക്സിൽ ഇടൂ. കാണട്ടെ എന്താണ് ആൻസർ എന്നുള്ളത് കാണട്ടെ. mth ടേം ആണോ കാണാൻ പറഞ്ഞ nth ടേം ആണോ? ക്ലിയർ M, ആയില്ല ആ ഭാഗം. എം, മാങ്ങന്റെ എം, മാംഗോന്റെ എം, മാംഗോ എം, മാംഗോ എം, മാംഗോ എം. ഗഗന്റെ തെറ്റാണ്. എം മാത്രല്ല ആൻസർ, എം മാത്രല്ല. ആ ആൻസർ കിട്ടിയവരൊക്കെ മെല്ലെ മെല്ലെ ഇറങ്ങി പോയിക്കോ, ഇറങ്ങി പോയിക്കോ. ആൻസർ കിട്ടിയവർക്കൊക്കെ പോവാം. ആൻസർ കിട്ടിയവർക്ക് പോവാം. യെസ് യെസ് യെസ്. Q plus P minus M ശരിയാണ്. Q plus P minus M ശരി ശരി.